സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു സാംസങ്ങിൻ്റെ ഈ സെയിമിൻ്റെ തന്നെ. അപ്പം അത് ഞാൻ ഈ ഗുഡ് സ്ലീപ്പ് വരെ ഞാനത് പറഞ്ഞുള്ളൂ, ബാക്കി ഞാൻ താഴോട്ട് പറഞ്ഞില്ലായിരുന്നു. ഓൾറെഡി ഞാൻ ഹിന്ദി വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. എൻ്റെ ഈ ചാനൽ എനിക്ക് AC-യുടെ തന്നെ ആയിട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഓൺ ടൈമർ, ഓഫ് ടൈമർ, സെറ്റ്, ക്യാൻസൽ, സെക്കൻഡ് ഫംഗ്ഷൻ, ഈ 4 എണ്ണത്തെ പറ്റി മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്കാദ്യമേ ഇപ്പം മോഡ് മാറ്റിയിടാം. ഓട്ടോമാറ്റിക് മോഡിലിട്ടു. ഓക്കെ, അപ്പോൾ ഇപ്പം AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക 25 ഡിഗ്രി സെൽഷ്യസിൽ. ഇപ്പോൾ രാത്രി ഒരു 10 മണിയായി. അപ്പം നമ്മൾ വിചാരിക്കും ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ AC ഓഫാകണം. ഓഫായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിടന്നുറങ്ങാം, വൈദ്യുതി ലാഭിക്കാം. അപ്പം നമ്മളെന്ത് ചെയ്യും? സാധാരണ നമ്മൾ അലാറം വെച്ച് എഴുന്നേറ്റ് ഓഫ് ചെയ്യും. നമ്മുടെ സ്ലീപ്പ്, ഉറക്കം ഡിസ്റ്റർബ് ആവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10 മണിയായെന്ന് ഓർത്തു. 10 മണിയായി നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ടൈമർ ഓഫ്. ടൈമറുണ്ട്, ഇതിൻ്റെ അകത്ത് തന്നെ ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഞാനിതിപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ 0.5 അവർ എന്ന് കാണിക്കുന്നുണ്ട്. 0.5 എന്ന് പറഞ്ഞാൽ 30 മിനിറ്റാണ്. ഓക്കെ, അപ്പം വീണ്ടും ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യുമ്പോൾ 1.0 അവർ എന്ന് പറഞ്ഞു. അത് 1 മണിക്കൂറാണ്. അപ്പം 1.5 മണിക്കൂർ, 2 മണിക്കൂർ. ഓക്കെ, അപ്പം 2 മണിക്കൂറായി. 2 മണിക്കൂർ. അപ്പം നമ്മൾ 10 മണിയായേ, 11 12 എനിക്ക് ഓഫ് ആകണം. അപ്പം നമ്മളിത് ഞാൻ ഒന്നുകൂടെ ഞെക്കാം. ഞെക്കി 2 മണിക്കൂർ. അപ്പോൾ ഈ സെറ്റെന്ന് കണ്ടോ, ഈ സെറ്റ് നമ്മൾ പെട്ടെന്ന് ഞെക്കണം. പെട്ടെന്ന് ഞെക്കി കഴിയുമ്പോഴത്തേനും ഓണായി. ഓക്കെ, ഒരു മിനിറ്റ്, ഓണായില്ല. ഓൾറെഡി ഓണായി. അപ്പം ഞാൻ സെറ്റ് ഞെക്കി 2 മണിക്കൂർ കഴിയുമ്പോൾ AC ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. നമ്മൾ അതിനു വേണ്ടി എഴുന്നേക്കണ്ട, മെനക്കെടണ്ട, ബുദ്ധിമുട്ടണ്ട. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈ ഓഫിൻ്റെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഓണിനും അതുപോലെ തന്നെ. ഓണിനും അതുപോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം 10 മണിക്ക് വീട്ടിൽ വന്നു. 10 മണിക്ക് വീട്ടിൽ വന്നിട്ട് അത്യാവശ്യം കൂളിങ്, AC റൂമിൽ ഓണായിരുന്നു. അപ്പം നമുക്കൊരു 5 മണിക്കൂർ കഴിയുമ്പോൾ 10 മണിയാണെങ്കിൽ 11, 12, 1, 2, 3 വെളുപ്പിന് 3 മണിയാകുമ്പോൾ AC വീണ്ടും ഓണാകണം. അങ്ങനെ ഓണാകണമെങ്കിൽ നമ്മൾ ഓൺ ടൈമറിൽ ഞെക്കിയിട്ട് ഞാൻ എത്ര 5 മണിക്കൂർ പോട്ടെ, 6 മണിക്കൂർ കൂടിപ്പോയതാണേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സെറ്റ് ബട്ടൺ നമ്മൾ ഞെക്കണം. സെറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ വീണ്ടും വന്നു, ഓണെന്ന് വന്നു. അപ്പോൾ അത് മാറി. 6 മണിക്കൂർ സെറ്റായി. 6 മണിക്കൂർ കഴിയുമ്പം AC ഓണാവും. ഇപ്പോൾ വെളുപ്പിനെ 3 മണിയിലെ 4 മണിയാകുമ്പോൾ AC ഓണാവും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് 4, 5, 6 ആകുമ്പോൾ നമ്മൾ എഴുന്നേക്കും. 6 ആകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ടേക്കുവാണെങ്കിൽ, ഇങ്ങനെ ഈ സെയിം ഇട്ടേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഓഫ് ബട്ടണില്ലേ, ഇപ്പം ഞാൻ 6 hours അതിൻ്റെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഓഫ് ബട്ടൺ നമ്മൾ ഞെക്കി. ഓഫ് ബട്ടൺ ഞാൻ ഞെക്കിയിട്ട് ഞാൻ ആ സെയിം സമയത്ത് തന്നെ, നമ്മളിപ്പം 6 hour ആണ് ഇട്ടേക്കുന്നതെങ്കിൽ നമ്മൾ 8 hour കഴിഞ്ഞ് വീണ്ടും നമ്മൾ വീണ്ടും ഈ സെറ്റ് ബട്ടൺ ഞെക്കി കഴിയുമ്പോഴത്തേനും കണ്ടോ ഓണും ഓഫെന്നും. അപ്പം AC വെളുപ്പിനെ 4 മണിയാകുമ്പോൾ ഓണാവും. പിന്നെ 5 മണി 6 ആകുമ്പോൾ വീണ്ടും ഓഫാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി ഒത്തിരി ലാഭിക്കാൻ പറ്റും. ഇത് അധികം ആൾക്കാർക്ക് അറിയില്ല. നമുക്ക് മറിച്ച് ആദ്യമേ ഓഫും പിന്നെ ഓണും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി വൈദ്യുതി ചാർജ് ലാഭിക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ പിള്ളേരുടെയൊക്കെ പോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ 16 ഇടും. ഭയങ്കരമായിട്ട് കറണ്ട് ബില്ല് വരും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ എത്രയാണ്, ഒരു മാസം തന്നെ വന്നത് 3500 രൂപ കറണ്ട് ബില്ലാണ്. അത് ഇച്ചിരി കൂടുതലാണ്. ഞാൻ AC ഉപയോഗിച്ചപ്പം എൻ്റെ ഹെയറിൻ്റെ AC ആയിരുന്നു. അപ്പോൾ ഹെയറിൻ്റെ AC ഞാൻ ഉപയോഗിക്കുമ്പം എനിക്ക് ഒരു മാസം ഞാൻ ഫുൾ ഉപയോഗിച്ചിട്ടും എല്ലാം കൂടി എനിക്ക് 2000 രൂപ കറണ്ട് ചാർജ് വന്നത്. അപ്പം നമ്മൾ ഏത് AC ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയാണ്. ബുദ്ധിപൂർവ്വം നമ്മൾ ഇതൊക്കെ ഈ സെറ്റിങ്സൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ പറ്റും. അപ്പം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്സ്.